കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഹിന്ദി പരിഭാഷ അതുപോലെ തന്നെ വായന രണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സമയ കി കീമത്ത്, സമയത്തിൻ്റെ വില. ഹരി ഏക് നിർധൻ ഏവം രാജിക സബ്സെ ചർച്ചിത് ആൽസി ഥ. ഹരി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി വളരെ മടിയനായിരുന്നു. അതുപോലെ തന്നെ നാട്ടിലെങ്ങും അല്ലെങ്കിൽ പിന്നെ രാജ്യത്തിലെങ്ങും പ്രസിദ്ധനായിരുന്നു അല്ലെങ്കിൽ പ്രശസ്തിയായിരുന്നു മടിയൻ കാരണം കൊണ്ട്. ഹരി എന്ന് പറഞ്ഞ ഒരാള്, നിർധൻ ഒരു ധനമില്ലാത്ത ആള്. ധനം എന്ന് പറയുമ്പോൾ സമ്പത്താണ്. നിർധൻ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാത്ത ആളാണ് ഉദ്ദേശിക്കുന്നത്. ഏവം എന്ന് പറയുന്നത് പിന്നെ എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിർധനനും പിന്നെ രാജ്യത്തിൻ്റെ സബ്സെ ചർച്ചിത് ഏറ്റവും അധികം ചർച്ചിത് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെട്ട ആൽസി ഥ. ആൽസി എന്ന് പറഞ്ഞാൽ മടിയനായിരുന്നു. വഹ് അയാള്. വ എന്ന് പറഞ്ഞാൽ സർവനാമമാണ്. എന്തിൻ്റെ സർവനാമം? ഹരി എന്ന് പറഞ്ഞതിൻ്റെ സർവനാമമാണ്. കോയി കാര്യ നഹി കർത്താ ഥ. ഒരു കാര്യവും അയാൾ ചെയ്തിരുന്നില്ല. കാര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണി അല്ലെങ്കിൽ ജോലി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഉസ്കെ ആൽസി കി ചർച്ച, അയാളുടെ മടിയൻ എന്നതിൻ്റെ ചർച്ച സുൻകർ കേട്ടുകൊണ്ട്, ഏക് ദിൻ ഒരു ദിവസം, രാജാനെ ഉസേ ബുലാക്കർ രാജാവ് അവനെ വിളിച്ചിട്ട്, കഹ പറഞ്ഞു, തും പേസെ കമാനെ കെ ലിയെ നീ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, കോയി എന്തെങ്കിലും, കാര്യ ക്യോ നഹി കർത്തേ ഹോ. പണി എന്നതാണ് കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രവൃത്തി. ക്യോ നഹി കർത്തേ ഹോ എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല. അതായത് നീ സമ്പാദിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് ഒരു പണിക്കും പോവാത്തെ എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഹരി പറഞ്ഞു, മുझे കോയി എന്നെ ആരും, കാം ഹി നഹി ദേത്ത എന്നെ ആരും പണി, അതായത് എനിക്ക് ആരും പണി തരുന്നില്ല. ഓർ മേരെ ശത്രു സോച്തേ ഹെ എൻ്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ, അതായത് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, സോച്തേ ഹെ കരുതുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു, കി മേ ആൽസി ഹും ഞാൻ മടിയനാണെന്നും. രാജാവ് പറഞ്ഞു, ഠീക്ക് ഹെ ശരി, തും രാജ്കോഷ് മേ ജാओ. രാജ്കോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് കൂട്ടി വെക്കുന്നു. അതായത് പണ്ടത്തെ കാലത്തെല്ലാം സമ്പത്ത് ഒരു സ്ഥലത്ത് വെക്കും. ട്രഷററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു വാക്കാണ്. അങ്ങനെ ഒരു സമ്പത്ത് കുന്നുകൂട്ടി വെച്ച ഒരു സ്ഥലം ഉണ്ടാവും. അതായത് സമ്പത്ത് മൊത്തം രാജാക്കന്മാർ സമ്പത്ത് ഒരു സ്ഥലത്ത് ഖജനാവ് എന്നും പറയാം, അതിൽ വെക്കുന്ന സ്ഥലമുണ്ട്. അതിനാണ് രാജ്കോഷ് എന്ന് പറയുന്നത്. രാജ്കോഷിലേക്ക് പോവുക. ഓർ പിന്നെ ആജ് സൂര്യസ്ത് ഹോനേസെ പേലെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഹോനേസെ പേലെ എന്ന് പറഞ്ഞാൽ അസ്തമയത്തിന് മുമ്പ്. സൂര്യസ്ത് എന്ന് പറഞ്ഞാൽ സൂര്യ അസ്തമയം. ജിത്ന ധൻ ലേ സക്തേ ഹോ നിനക്ക് എത്ര അതിൽ നിന്ന് സമ്പത്ത് എടുക്കാൻ പറ്റൂ, ലേലോ. ഇന്നത്തെ ദിവസം സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് നീ ഖജനാവിൽ പോയിട്ട് നിനക്ക് എത്ര വേണം അത്രത്തോളം സ്വർണ്ണ അല്ലെങ്കിൽ പിന്നെ സമ്പത്ത് നിനക്ക് എടുക്കാം. ഹരി ദോഡ്കർ അപ്പനെ ഘർ ഗയ. ഹരി ഓടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. അപ്പനെ ഘർ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോയി. ഉസ്നെ അപ്നി പത്നിക്കോ പൂരി ഘട്ടന കഹ സുനായ. അവൻ്റെ ഭാര്യയോട് ഈ പൂരി ഘട്ടന എല്ലാ സംഭവങ്ങളും കെ സുനായ പറഞ്ഞു കേൾപ്പിച്ചു. ഉസ്കി പത്നി ബോലി അവൻ്റെ ഭാര്യ പറഞ്ഞു, ജൽദി ജാओ വേഗം പോകൂ. ഓർ ഖൂബ് സാരി പിന്നെ ഒരുപാട്, ഖൂബ് എന്ന് പറഞ്ഞാൽ വളരെയധികം, സ്വർണ്ണ മുദ്രായ അത് സ്വർണ്ണ നാണയങ്ങളും. എവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ, ഇത് പഴയൊരു വാക്കാണ് എവം എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ഇപ്പോൾ അധികം ഇങ്ങനെ ഉപയോഗിക്കില്ല. എവം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കില്ല. ഇപ്പോൾ ഓർ എന്ന വാക്കാണ് അധികം ഉപയോഗിക്കുന്നത്. കീംതി ജവാഹറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയേറിയ എന്നതാണ് കീംതി എന്ന വാക്കിൻ്റെ പരിഭാഷ. ജവാഹറാത്ത് എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ എന്നതാണ്. ലേക്കറാവ് കൊണ്ടുവരും. വഹ് ബോല ഹരി എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട ആൾ പറഞ്ഞു, മുझे बहुत ഭൂക്ക് ലഗി എനിക്ക് വളരെയധികം വിശക്കുന്നു. എനിക്ക് बहुत വളരെയധികം ഭൂക്ക് ലഗി ഹെ വിശക്കുന്നു. പഹലെ മുझे ഭോജൻ ദോ ആദ്യം എനിക്ക് ഭക്ഷണം താ. ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നതാണ്. ഭോജൻ കർണേക്ക് ബാദ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉസ്നെ ഏക് ജപ്കിലി അവനൊരു ഉറക്കം ഉറങ്ങി. ജപ്കി എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു മയക്കായിരുന്നു അല്ലെങ്കിൽ ഒരു കിടത്തായിരുന്നു നമ്മൾ പറയില്ലേ, അതൊരു വാക്കാണ്, ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ഹിന്ദിയിൽ പ്രയോഗിച്ച പ്രയോഗമാണ് ജപ്കിലി എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഉറക്കമായിരുന്നു അല്ലെങ്കിൽ ഒറ്റൊരു കടത്തായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഷാ പ്രയോഗമാണിത്. ഓക്കെ,
फिर दोपहर में പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വ ഏക് ബഡാസ തേല ലേക്കർ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ബഡാസ വലിയൊരു തേല ഒരു കവർ അല്ലെങ്കിൽ ഒരു ബാഗ് ലേക്കർ കൊണ്ടുപോയിക്കൊണ്ട് രാജ്മഹൽ കി ഓർ രാജ്മഹൽ എന്ന് പറഞ്ഞ രാജകൊട്ടാരത്തിൻ്റെ അവിടേക്ക് ചൽപ്പട ഇറങ്ങി. ചലന എന്ന് പറഞ്ഞാൽ നടക്കുക, പട എന്ന് പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചു എന്നതാണ്. റാസ്തേമേ ഉസേ ഥക്കാൻ അനുഭവ് ഹുയി വഴിയിൽ വെച്ച് അവനക്ക് ഒരു ക്ഷീണം തോന്നി. ഥക്കാൻ എന്ന് പറഞ്ഞാൽ ക്ഷീണം അല്ലെങ്കിൽ പിന്നെ കിതപ്പ് അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം വെക്കാൻ പറ്റും. ഓക്കെ, ക്ഷീണം തോന്നി. അനുഭവ് ഹുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചു. വഹ ഏക് പേട് കെ നീച്ചെ അവനൊരു മരത്തിൻ്റെ ചോട്ടിൽ, പേട് എന്ന് പറഞ്ഞാൽ മരം, നീച്ചെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചോട്ടിൽ വിശ്രം കർണേ ലഗ ഉറങ്ങാൻ വേണ്ടി തുടങ്ങി അല്ലെങ്കിൽ പിന്നെ അവിടെ വിശ്രമിക്കാൻ വേണ്ടി തുടങ്ങി. 2 ഘണ്ടയ്ക്ക് ബാദ് 2 മണിക്കൂറിന് ശേഷം ജബ് എപ്പോഴാണ് വഹ് ജഗ എപ്പോഴാണ് അവൻ ഉണർന്നത്. തോ സീധെ രാജ്മഹൽ ജാനേക്ക് വജെ 2 മണിക്കൂറിന് ശേഷം അവൻ എണീച്ചു. അതിൻ്റെ നേരെ രാജ്മഹൽ അതായത് രാജകൊട്ടാരത്തിൽ പോകുന്നതിന് പകരം, വജ എന്ന് പറഞ്ഞാൽ പകരം, ഏക് സ്ഥാൻ പർ ഒരു സ്ഥലത്ത് ജാദു കാ ഖേൽ ദേഖ്നെ ലഗ മാന്ത്രിക കളി കാണാൻ തുടങ്ങി. മാജിക് കാണിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് അത് നോക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കാണാൻ വേണ്ടി അവിടെ നിന്നു. ജബ് വഹ് എപ്പോഴാണ് അവൻ രാജ്മഹൽ പहुंचा എപ്പോഴാണ് അവൻ രാജകൊട്ടാരത്തിലേക്ക് എത്തിയത്. സൂര്യസ്ത് ഹോ ചുക്കാ ഥ എത്തിയപ്പോഴേക്കും സൂര്യ അസ്തമിച്ചിരുന്നു. അതായത് മുമ്പേ ആണ് പോകേണ്ടത്, ഇവൻ സൂര്യാസ്തമത്തിന് ശേഷം എത്തി അവിടെ. ഓർ രാജ്മഹൽ കെ ദർവാസെ അവിടെ രാജകൊട്ടാരത്തിൻ്റെ ദർവാസ എന്ന് പറഞ്ഞ വാതിലുകൾ ബന്ദ് ഹോ ചുക്കേ थे അത് അടച്ചു പൂട്ടി ഇരുന്നു. ഹരി ധൻ ബനാനേക്ക അവസർ ഗവാ ചുക്കാ ഥ ഹരി സമ്പത്തുണ്ടാക്കുന്നതിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയിരുന്നു. ധൻ ബനാനേക്ക ധനമുണ്ടാക്കുന്നതിൻ്റെ അവസരം ഗവാ ചുക്കാ ഥ നഷ്ടപ്പെടുത്തിയിരുന്നു. ക്യോക്കി എന്തുകൊണ്ടെന്നാൽ സമയക്ക മൂല്യ സമയത്തിൻ്റെ വില നെഹി ജാനത ഥ അവനക്ക് അറിയില്ലായിരുന്നു. ഇസ് പ്രകാർ ഈ രീതിയിൽ വ ഫിർസെ അയാൾ പിന്നെയും നിർധൻ ഹി രഹ ഗയ വീണ്ടും പാവപ്പെട്ടനായി അല്ലെങ്കിൽ ദരിദ്രനായി